എന്തുകൊണ്ട് ഞാൻ ഒരു റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഒരു റിലീജിയനിലും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും മുന്നേ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരാളെങ്കിലും ഭാവി കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കമന്റിൽ പറ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മുസ്ലിം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ കാരണം നിങ്ങൾ ആ മതത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമല്ലേ? ഇപ്പൊ ജനിക്കുന്ന മതത്തിലാണ് മിക്ക ആൾക്കാരും മരിക്കും വരെ വിശ്വസിക്കുന്നത്. ഈ ലോകത്തിലെ ഫുൾ പോപ്പുലേഷൻ എടുക്കാം, അവനവൻ ഒരു മതത്തിൽ ജനിക്കുമ്പോൾ മരിക്കും വരെ ആ മതം ഫോളോ ചെയ്യാനും ആ മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ ദൈവത്തെ വിശ്വസിക്കാനുമാണ് ചാൻസ് കൂടുതൽ. എസ്പെഷ്യലി ഇന്ത്യയിൽ ഒരു മതത്തിൽ നിന്ന് മറ്റേ മതത്തിലോട്ട് മാറുന്ന ആൾക്കാർ വെറും ചുരുക്കമാണ്, ചെറിയ ശതമാനമേ അങ്ങനെയുള്ളൂ. അപ്പോ ഇപ്പൊ ഇസ്ലാം എടുക്കാം, ക്രിസ്ത്യാനിറ്റി എടുക്കാം, ഹിന്ദു മതം എടുക്കാം. എല്ലാ മതത്തിലും അവനവന്റെ ദൈവത്തെ സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾ മരിക്കും മുന്നേ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. ഇപ്പൊ മുസ്ലിംസിൽ നിങ്ങൾ മരിക്കും മുന്നേ പടച്ചോനെ വിശ്വസിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളയെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. ഹിന്ദു മതത്തിലാണെങ്കിൽ സാധാരണ ധർമ്മം ഫോളോ ചെയ്തില്ലെങ്കിൽ അവരുടെ ദൈവത്തെ സ്വീകരിച്ചില്ലെങ്കിൽ അവരും സ്വർഗത്തിൽ പോവില്ല. ഇപ്പൊ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ, ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള എനിക്കറിയാം ഇപ്പോ മിക്ക മനുഷ്യരും 99.9% ആൾക്കാരും ജനിച്ച മതത്തിലാണ് വിശ്വസിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോ ഇപ്പോ ക്രിസ്ത്യൻസിലെ ദൈവമാണ് സത്യം നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോ ഒരു കുട്ടി ആ ക്രിസ്ത്യൻ മതത്തിലെ ദൈവം ഒരു കുട്ടി ഒരു മുസ്ലിം മതത്തിലെ കുടുംബത്തിലോട്ട് ജനിപ്പിച്ചു. അപ്പൊ ആ മുസ്ലിം കുട്ടി ജനിച്ച ആ കുടുംബത്തിലെ ആ റിലിജൻ മരിക്കും വരെ ഫോളോ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ യേശുക്രിസ്തുവിനെ ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പൊ ആ കുട്ടി സ്വർഗത്തിൽ പോവില്ല. കാരണം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല, വേറെ മതത്തിലാണ് കുട്ടി ജനിച്ചത്, ആ മതമാണ് കേട്ട് വളർന്നത്, മരിക്കും വരെ ആ മതത്തിലോട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്ത് ലോജിക്കാണ് ഗൈസ് അത്? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഇപ്പൊ നിങ്ങൾ ജനിച്ച മതത്തിലാണ്, നിങ്ങൾ ജനിച്ച മതം ആണ് സത്യം, അതിലെ ദൈവമാണ് സത്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ വേറെ റിലീജിയനിലുള്ള കുടുംബത്തിലായിരുന്നു നിങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ റിലീജിയനായിരുന്നു സത്യം എന്ന് വിശ്വസിച്ചേനെ. കാരണം നമ്മൾ ചെറുതിൽ തൊട്ട് കേട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് വിശ്വസിച്ചു പോകും. അപ്പോ ദൈവത്തിന് അത് അറിഞ്ഞൂടെ? ഇപ്പൊ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദു മതോ ഏത് വേണമെങ്കിലും നമുക്ക് സത്യം എന്ന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആ ദൈവം ഇപ്പൊ വേറെ മതത്തിലോട്ട് ഒരു കുട്ടി ജനിപ്പിക്കുമ്പോൾ ആ മതത്തിലായിരിക്കും ആ കുട്ടി മരിക്കും വരെ ജീവിക്കാൻ ചാൻസ് കൂടുതലെന്ന് സാധാരണ മനുഷ്യനായ എനിക്ക് തന്നെ അറിയാമെങ്കിൽ ദൈവത്തിന് അറിയത്തില്ലേ? അപ്പൊ മറ്റേ മതത്തിലെ ദൈവത്തെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ആ കുട്ടി നരകത്തിൽ പോവില്ലേ സ്വാഭാവികമായിട്ടും? എന്ത് ലോജിക്കാണ് ഇതിലുള്ളത്? ഇത് ഒരു റീസൺ ഞാൻ മതത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ മതത്തിന് ഒരു ലോജിക്കും ഇല്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിം മതവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ആദ്യം ദൈവം കുറച്ച് മൃഗങ്ങളെ ഉണ്ടാക്കി, 6-ാം ദിവസം എന്തോ ആണ്, അത് 7-ാം ദിവസം എന്തോ ആണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ഇപ്പൊ ഫോസിൽസ് അല്ലെങ്കിൽ സയൻസ് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ജനിക്കുന്നതിന് എത്രയോ കോടികൾ മുന്നേ ജീവൻ ഇവിടെ ഉണ്ടായിരുന്നു, ഡൈനോസേഴ്സ്, അതിന്റെ ഫോസിൽസ്. അപ്പം ഭൂമിയെ സൃഷ്ടിച്ച് കുറച്ച് ദിവസത്തിനകമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സയൻസ് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിന് എവിഡൻസും ഉണ്ട്, ഫോസിൽസ് അങ്ങനെ ഇങ്ങനെ. അപ്പോ ഭൂമി ഉണ്ടായിട്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായി, കോടിക്കണക്കിന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും കോടി ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി. മനുഷ്യൻ ഉണ്ടായിട്ട് ഈ മോഡേൺ സിവിലൈസേഷൻ ഉണ്ടായിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെ കോളറേഷൻ ഒരു ബന്ധം ഇല്ല. കാരണം ആ ലോജിക്കൽ നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനൊരു ലോജിക്ക് ഇല്ല. മൂന്നാമത്തെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ പണ്ടത്തെ റിലീജിയൻസ് എടുക്കാം. ആൾക്കാർ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ മതം, നോർസ് മിത്തോളജി, ഗ്രീക്ക് മിത്തോളജി. ഈ നോർസ് മിത്തോളജി എന്ന് പറയുന്നത് ഇപ്പൊ തോർ, ലോക്കി അതൊക്കെ ഇല്ലേ, അതൊരു മതമായിരുന്നു പണ്ട്. ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്ന രാജ്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മതങ്ങളായിരുന്നു. അതിപ്പോ അവഞ്ചേഴ്സ് സിനിമയിലൊക്കെ സൂപ്പർ ഹീറോസ് പോലെ വരുന്നു. പക്ഷെ പണ്ട് ഈ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദു മതവും ഒക്കെ വരും മുന്നേ ഉണ്ടായ മതങ്ങളാണ് അത്. ഇപ്പൊ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അത് ഇല്ല. എല്ലാ കാലഘട്ടത്തിലും പണ്ടത്തെ ഒരു മനുഷ്യന് കോൺഷ്യസ്നെസ് മറ്റു മൃഗങ്ങളെ വെച്ച് കുറച്ചും കൂടെ കോൺഷ്യസ്നെസ് ഹയർ ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹയർ ആയതുകൊണ്ട്
നമ്മള് നമുക്ക് വേറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ദൈവമുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയമേ ചിന്തിച്ചു കൂട്ടി ഓരോ മതങ്ങളും ജാതികളും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ മനുഷ്യൻ എല്ലാത്തിനും കഴിഞ്ഞ് വലിയ മുഴുത്ത വലിയ ഭയങ്കര കോൺഷ്യസ്നസ് ബീങ്സ് എന്നാണ് അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ, മറ്റ് ആനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ നോർസ് മിത്തോളജിയും ഗ്രീക്ക് മിത്തോളജിയും ഏൻഷ്യൻ ഈജിപ്ഷ്യൻ റിലീജിയനും അതൊന്നും ആരും ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ല. അതുപോലെയുള്ളൂ. ഭാവിയിൽ ചിലപ്പോൾ ഇനി എടുക്കുമ്പോൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദു മതമൊന്നും മിക്കവരും ചിലപ്പോൾ ഫോളോ ചെയ്യില്ല. ഭാവി എന്ന് പറയുമ്പോൾ കുറെ ഡെക്കേഡ്സ്, കുറെ നൂറ്റാണ്ടിന് ശേഷം. സോ അത്രേ ഉള്ളൂ മതങ്ങളുടെ വാല്യൂസ്. അതാണ് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം. പിന്നെ വേറെ മൃഗങ്ങളൊന്നും റിലീജിയൻ ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യന് മാത്രമേ ഉള്ളൂ പലതരം റിലീജിയൻസ് പണ്ട് തൊട്ടേ. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ എന്താ പറയാ മനസ്സിലാക്കണം. അതൊക്കെ കാരണമാണ് ഗൈസ് ഞാൻ റിലീജിയനിൽ വിശ്വസിക്കാത്ത, റിലീജിയനിൽ ഒരു ലോജിക്കും ഇല്ലെന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ലെന്ന്. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ചെറുതിലെ തൊട്ട് ജനിക്കും തൊട്ട് ഇന്ന റിലീജിയനാണ് നമ്മളാണ് ഈ റിലീജിയൻ, അല്ലെങ്കിൽ നമ്മളാണ് ക്രിസ്ത്യൻ, നമ്മളാണ് മുസ്ലിം, നമ്മളാണ് ഹിന്ദു എന്ന് കേട്ട് വളരുന്നതുകൊണ്ട് ആ റിലീജിയൻ നമ്മുടെ ഐഡന്റിറ്റിയിലോട്ട് ഉൾപ്പെടും. അതുകൊണ്ടാണ് മറ്റാൾക്കാർ, ഏതെങ്കിലും ആൾക്കാർ ആ റിലീജിയന് എതിരെ പറയുമ്പോൾ നമ്മൾ ഇത്രയും ട്രിഗർ ആവുന്നത്. പക്ഷെ ഈ റിലീജിയൻ അല്ല, നമ്മൾ ചെറിയ ഈ റിലീജിയനിലോട്ട് ജനിച്ചുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി ആകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ റിലീജിയൻ അല്ല നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മതത്തിലോ റിലീജിയനിലോ ഒന്നും ഒരു ലോജിക്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കിയത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, കമന്റ്സിൽ തെറി വിളിക്കുക, അതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലീജിയൻ ചെറുതിലോട്ട് കേട്ട് വരുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിയിലായിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടു. പക്ഷെ അതല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. അതുകൊണ്ട് നിങ്ങൾ തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അതിന്റെ സൈക്കോളജി മനസ്സിലാവും. എനിവൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കമന്റ് ചെയ്യൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കാരണം എനിക്കറിയണം നിങ്ങളുടെ പെർസ്പെക്റ്റീവും ബാക്കിയുള്ള പെർസ്പെക്റ്റീവും എനിക്കറിയണം. താങ്ക് യു, ബൈ. അടുത്ത വീഡിയോയിൽ എന്ത് വീഡിയോ ടോപ്പിക് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്ന് വരുമെന്ന് പറഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ എന്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാമല്ലോ. ഓക്കെ, ബൈ.